നമസ്കാരം. മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനെ സംബന്ധിച്ച്. കേരള സർക്കാർ ഈ പേര് തിരുത്തിയ വിവരമൊന്നും കേന്ദ്ര സർക്കാർ അറിയാതെ പോവുകയാണ്. പേരെഴുതുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക നാമം തന്നെ എഴുതണം. അത് പലതും അതുകൊണ്ട് പ്രയോജനമുണ്ട്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ് പേര്. ദേശീയ രേഖകളിലും അന്തർദേശീയ രേഖകളിലുമൊക്കെ ഈ നഗരത്തിൻ്റെ പേര് കൂടി വരണം. ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ആ പേരിൽ തിരുവനന്തപുരം കടത്തി വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അത് ബോധപൂർവം ചിലർ ഒഴിവാക്കുന്നത് ശരിയല്ല. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്ന് തന്നെ വരണം. ഇറങ്ങിയ ഉത്തരവിതാണ്: ഇൻറ്ററിം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയിൻറ്റ്സ് ഓഫ് എ പോർട്ട് ഫെസിലിറ്റി. എന്തൊക്കെയാണ് നമ്മുടെ പോർട്ടിൻ്റെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരം കപ്പലുകൾ വരാം എന്നുള്ളത് സംബന്ധിച്ചാണ്. ഏകദേശം 6 മാസത്തേക്കാണ് ഉത്തരവ് ബാധകം. 25/9/24 വരെ 3 കാറ്റഗറിക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്: കാർഗോ, ഹൈസ്പീഡ് ക്രാഫ്റ്റ്, ബൾക്ക് കാരിയർ, കാർഗോ ഷിപ്പ് അതർ ദാൻ ദോസ് റെഫേർഡ് ടു എബോവ്. ഈ 3 കാറ്റഗറിയിൽപ്പെടുന്ന കപ്പലുകളാണ്. കാർഗോ, ഹൈസ്പീഡ് ക്രാഫ്റ്റ് ടഗ്ഗുകൾ പോലുള്ളതാണ്. ബൾക്ക് കാരിയർ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ബൾക്കൊന്നും ഇറങ്ങാൻ സാധ്യതയില്ല. കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അനുവദിച്ചിട്ടില്ല. കാർഗോ ഷിപ്പ് അതർ ദാൻ ദോസ് റെഫേർഡ് ടു എബോവ്, ഈ കാറ്റഗറിയിലായിരിക്കും കണ്ടെയ്നർ ഷിപ്പ് വരുന്നത്. അനുവദിക്കാത്തതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. ഈ 3 കാറ്റഗറി അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് കണ്ടെയ്നർ വെസലും വരാം. അനുവദിക്കാത്ത കൂട്ടത്തിൽ പാസഞ്ചർ ഷിപ്പ്, പാസഞ്ചർ ഹൈസ്പീഡ് ക്രാഫ്റ്റ്, ഓയിൽ ടാങ്കർ, കെമിക്കൽ ടാങ്കർ, ഗ്യാസ് കാരിയർ, മൊബൈൽ ഓഫ് ഷോർ ഡ്രില്ലിംഗ് യൂണിറ്റ്സ്. ഇതിൽ ഓയിൽ ടാങ്കർ, കെമിക്കൽ ടാങ്കർ, ഗ്യാസ് കാരിയർ നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ആയിട്ടില്ല. അത് നിഷേധിക്കുന്നത് മനസ്സിലാക്കാം. പാസഞ്ചർ ഷിപ്പും പാസഞ്ചർ ഹൈ സ്പീഡ് ക്രാഫ്റ്റും എന്തുകൊണ്ട് നിഷേധിച്ചു? അത്തരം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ സമീപഭാവിയിൽ വേണമെങ്കിൽ രൂപപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇതിനകത്തൊക്കെ വരണ്ടേ? ഇനി 3ാമത്തത് മൊബൈൽ ഓഫ് ഷോർ ഡ്രില്ലിംഗ് യൂണിറ്റ്സ്. കൊല്ലം പുറംകടലിൽ ഒരു പര്യവേക്ഷണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ട് വരുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യം വിഴിഞ്ഞം തുറമുഖവും തിരുവനന്തപുരം വിമാനത്താവളവുമല്ലേ? അങ്ങനെ വരുമ്പോൾ മൊബൈൽ ഓഫ് ഷോർ ഡ്രില്ലിംഗ് യൂണിറ്റ്സ് ഇവിടെ ഹാർബർ ചെയ്ത് ഇവിടെ നിന്ന് പോകുന്നതല്ലേ സൗകര്യം? ബോധപൂർവമാണോ അത്തരം ഒരു കാര്യം ഒഴിവാക്കിയത് എന്ന് ബന്ധപ്പെട്ടവർ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം തിരുവനന്തപുരത്ത് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് തടസ്സപ്പെടുത്താനാണ് ഇവിടെ പലർക്കും താല്പര്യം. ഈ ഡ്രില്ലിംഗ് കമ്പനികൾ അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾ ഇവിടെ വരണം. ഈ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിന് വേണ്ടിയുള്ള പര്യവേക്ഷണം നടത്തുമ്പോൾ അതിനുള്ള എല്ലാ പിന്തുണയും നൽകാനുള്ള ബാധ്യത വിഴിഞ്ഞം തുറമുഖത്തിനും തിരുവനന്തപുരം വിമാനത്താവളത്തിനുമുണ്ട്. ആ അർത്ഥത്തിൽ മൊബൈൽ ഓഫ് ഷോർ ഡ്രില്ലിംഗ് യൂണിറ്റ്സിൻ്റെ അനുമതി കൂടി ഈ ഓർഡറിനൊപ്പം നൽകേണ്ടതായിരുന്നു. അത് ബന്ധപ്പെട്ടവർ ഇനിയെങ്കിലും പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. സെയിലിംഗ് കമന്ററി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്ന 2ാമത്തെ വലിയ കപ്പൽ, മേഴ്സ്കിൻ്റെ വലിയ കപ്പൽ, അത് നീറ്റിലിറങ്ങി. നമുക്കന്ന് അതിൻ്റെ ഫോട്ടോയൊന്നും കിട്ടിയിരുന്നില്ല, ന്യൂസും കിട്ടിയിരുന്നില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ മേഴ്സ്കിൻ്റെ ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അങ്ങനെ ഒരു കപ്പൽ ഇറങ്ങുന്ന വിവരം അറിഞ്ഞത്. ഇന്നലെ അത് ഔദ്യോഗികമായി പേരിടൽ ചടങ്ങ് നടന്നു. ജപ്പാനിലെ യൊക്കോഹോമയിൽ ദെയ്കോക്കു പിയർ ക്രൂയിസ് ടെർമിനലിൽ വെച്ചാണ് പേരിടൽ നടന്നത്. ഓസ്ട്രഡ് മേഴ്സ്ക് is the second of Maersk's 18 large methanol-enabled vessels scheduled for delivery between 2024 and 2025. അടുത്ത ഒരു വർഷത്തിനകം 18 കപ്പലുകൾ ഇറങ്ങുന്ന കഥ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 18 വലിയ കപ്പലുകൾ ഇറങ്ങുന്നതിൻ്റെ 2ാമത്തെ കപ്പലാണ് ഓസ്ട്രഡ് മേഴ്സ്ക്. യൊക്കോഹോമയിൽ ഇന്നലെ നീറ്റിലിറക്കി. ഇത് ഒരു പരമ്പരയാണ്. മെത്തനോൾ എന്ന് പറയുന്ന ഗ്രീൻ ഫ്യൂവലിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മേഴ്സ്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഡർ, പയനിയർ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഗ്രീൻ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ട് കടലിലെ ഗതാഗതം, കടലിലെ സെയിലിംഗ് എങ്ങനെയാവണം ലോകം മുന്നോട്ട് പോകേണ്ടത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് മേഴ്സ്ക് തന്നെ തങ്ങളുടെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിരിക്കുന്നത് പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. The company will equip 25 of its container vessels with dual fuel engines
കേപ്പബിൾ ഓഫ് സെയിലിംഗ് ഓൺ ഗ്രീൻ മെത്തനോൾ. ഈ 25 എന്ന് പറയുന്ന ഒരു പക്ഷേ പുതിയതാവാം, അല്ലെങ്കിൽ റിട്രോ ഫിറ്റിംഗ് ആവാം. എന്തായാലും 25 കപ്പലുകൾ അവർ ഗ്രീൻ മെത്തനോൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എമംഗ് ദീസ് വെസൽസ് ആർ ദി ഫീഡർ വെസൽ ലോറ മസ്ക്, ഡിപ്ലോയിഡ് ഇൻ ദി ഇൻട്രാ യൂറോപ്പ് ട്രേഡ് ഇൻ സെപ്റ്റംബർ 2023. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ആ ലോറ മസ്ക് അവരുടെ യൂറോപ്പിലാണ് ഓടുന്നത്. ഇൻട്രാ യൂറോപ്പ്, യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഓട്ടത്തിനാണ് ലോറ മസ്കിനെ ഉപയോഗപ്പെടുത്തുന്നത്. ആൻഡ് എയിൻ മസ്ക്, എ ലാർജ് 16,000 TEU green fuel powered container vessel deployed in the Asia-Europe trade in Jan 2024. ഈ നമ്മുടെ മുമ്പിൽ കൂടെ പോയതാണ്. ഈ റെഡ് സീയിലെ ഇഷ്യൂ കാരണം നമുക്ക് കാണാൻ പറ്റിയില്ല. ശ്രീലങ്കയിൽ വന്നിട്ട് നേരെ ആഫ്രിക്ക വഴി തിരിഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും 2 കപ്പലുകൾ, ഒന്ന് യൂറോപ്പ് സെക്ടറിലും മറ്റൊന്ന് ഏഷ്യ യൂറോപ്പ് സെക്ടറിലുമായിട്ടാണ് അവർ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീൻ മെത്തനോൾ ബങ്കറിങ്ങിനെ കുറിച്ച് അവർ ഒരു ടൈപ്പ് പല തുറമുഖങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മോസ്ക് കൊളാബറേറ്റീവ് അപ്രോച്ച് വിത്ത് ദ സിറ്റി ഓഫ് യൊക്കോഹാമ ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ യൊക്കോഹാമ. ഇത് ഒരു നഗരവുമായിട്ടാണ് അവർ കൈകോർത്തിരിക്കുന്നത്. യൊക്കോഹാമ നഗരവുമായിട്ടാണ് ഗ്രീൻ മെത്തനോൾ ബങ്കറിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തുന്നതിന് യൊക്കോഹാമ പോർട്ടും ആ നഗരവുമായിട്ടാണ് അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഫർദർ സോളിഡിഫൈയിങ് മോസ്ക്സ് കമ്മിറ്റ്മെൻറ്റ് ടു റെഡ്യൂസിങ് എമിഷൻസ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് വിത്തിൻ ദ മാരിടൈം ഇൻഡസ്ട്രി. അവർ വെറുതെ പറയുക മാത്രമല്ല, പ്രസംഗം മാത്രമല്ല, അവർ നടപ്പാക്കി കാണിക്കുകയാണ്. ഇപ്പോൾ 3 കപ്പലായി. ലോറ മോസ്ക്, എയിൻ മോസ്ക്, ഇപ്പോൾ ഓസ്ട്രിഡ് മോസ്ക്. ഇനിയും വരുന്നു 22 കപ്പലുകൾ കൂടി ബാക്കി. റിട്രോ ഫിറ്റിങ്ങും അല്ലാതെയുമുള്ള പുതിയ കപ്പലുകൾ 18 കപ്പലുകൾ, മൊത്തത്തിൽ 25 കപ്പലുകൾ. ഇതിൽ യൊക്കോഹാമ എന്ന് പറയുന്ന പോർട്ടും നഗരവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ, ഗ്രീൻ മെത്തനോൾ ബങ്കറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു സൗകര്യം കൊടുക്കാൻ നമുക്കും കഴിയേണ്ടതാണ്. ആര് ഉച്ചയ്ക്ക് മണികെട്ടുമെന്ന് പറയുന്നത് പോലെ ആരാണ് മേസ്കിനെ അങ്ങോട്ട് ബന്ധപ്പെടുക? അതോ മേസ്ക് നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടാൻ മാത്രം നമ്മൾ വലിയ ആളുകളാണോ? എന്താണ് സംഭവിക്കേണ്ടതെന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിക്കുക. എന്തായാലും ലോകത്തെ വമ്പൻ രാജ്യങ്ങളും വമ്പൻ കമ്പനികളും കൈകോർത്തുകൊണ്ട് പുതിയ പുതിയ മേഖലകൾ കീഴടക്കുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത വിഷമാവസ്ഥയിലാണ് സെയിലിംഗ് കമൻട്രി.